എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. ഫിഗറിൽ കാണുന്നത് പോലെ ഒരു ലിക്വിഡ് ഡ്രോപ്പിനകത്തുള്ള പ്രഷർ ഈസ് ഡിനോട്ടഡ് ബൈ പി ഐ ആൻഡ് ഔട്ട്സൈഡ് പ്രഷർ ഈസ് പി ഒ. ദെൻ the excess pressure is given by delta P is equal to Pi minus Po. The pressure inside a spherical drop is more than the pressure outside. That means in the case of a spherical drop, Pi greater than Po. Therefore, we can say that delta P is equal to Pi minus Po. ഒരു ലിക്വിഡ് ഡ്രോപ്പ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ ഫിഗറിൽ കാണുന്ന കേസിലാണെങ്കിൽ ആദ്യം അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണെങ്കിൽ ദെൻ ഡെൽറ്റ ആർ ഇൻക്രീസ് ചെയ്താൽ പുതിയ റേഡിയസ് ഈസ് ആർ പ്ലസ് ഡെൽറ്റ ആർ. അപ്പോൾ ഇൻക്രീസ് ഇൻ റേഡിയസ് എന്ന് പറയുന്നത് ഡെൽറ്റ ആർ ആയതുകൊണ്ട് work done for this expansion is given by W is equal to force into distance, that is F into delta R. Here F എന്ന് റെഫർ ചെയ്യുന്നത് ഫോഴ്സ് എന്ന് റെഫർ ചെയ്യുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. സോ W is equal to pressure into area into delta R, that is delta PA into delta R, where A is the area. Here area is given by 4 pi r square. Therefore, the equation becomes W is equal to delta P 4 pi r square into delta R. If S is the surface energy per unit area, then W is also given by S into increase in area due to expansion. സർഫസ് എനർജി ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് അനദർ റിലേഷൻ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ. സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് W ഇസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ. ഇവിടെ ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത് ന്യൂ ഏരിയ മൈനസ് ഫസ്റ്റുള്ള ഏരിയ. പുതിയ ഏരിയ എന്ന് പറയുന്നത് 4 പൈ ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ ഹോൾ സ്ക്വയർ ആണ്. ഇനീഷ്യൽ ഏരിയ ഈസ് 4 പൈ ആർ സ്ക്വയർ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഡെൽറ്റ ആർ സ്ക്വയറിൻ്റെയും 4 പൈ ഡെൽറ്റ ആർ സ്ക്വയറിൻ്റെയും ടേംസ് നെഗ്ലക്റ്റ് ചെയ്താൽ വി ഗെറ്റ് W as S into 8 pi r delta r. Therefore, we can write രണ്ട് ഇക്വേഷൻസിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് W തന്നെയാണ്. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ W is equal to ഡെൽറ്റ P into 4 pi r square ഡെൽറ്റ ആർ എന്നും ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ W is equal to S into 8 pi r ഡെൽറ്റ ആർ എന്നുമാണ്. സോ നമുക്ക് അവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഡെൽറ്റ P into 4 pi r square ഡെൽറ്റ ആർ is equal to S into 8 pi r ഡെൽറ്റ ആർ. From this we get ഡെൽറ്റ P is equal to 2S by R. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തു ഡെൽറ്റ P എന്ന് പറയുന്നത് Pi മൈനസ് PO ആണ്. ദാറ്റ് മീൻസ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്ഫെറിക്കൽ ഡ്രോപ്പ്. സോ we can write Pi minus PO is equal to 2S by R. Now, excess pressure inside a liquid bubble. ഒരു ലിക്വിഡ് ബബിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫിഗറിൽ കാണുന്നത് പോലെ എ ബബിൾ ഹാസ് 2 interfaces. Thus, we can write Pi minus PO is equal to 2 into 2S by R. That is equal to 4S by R. That is Pi minus PO is equal to 4S by R. So, we can say that the value of excess pressure is high for a bubble, so that it is difficult to make a bubble than a drop. ഒരു ബബിളിൻ്റെ കേസിൽ എക്സസ് പ്രഷർ ഹൈ ആണ് എന്ന് നമുക്ക് ഈ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവും.
ഇതിനൊരു സ്പെഷ്യൽ കേസാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ ഇൻ എ ലിക്വിഡ്. ഒരു ലിക്വിഡിലുണ്ടാവുന്ന എയർ ബബിളിൻ്റെ കേസിലാണെങ്കിൽ അതിന് നമുക്ക് വൺ ഇൻ്റർഫേസ് എന്ന് തന്നെ പറയാം. പുറത്തുള്ള ഫേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദസ് ദ എക്സസ് പ്രഷർ ഈസ് ഗിവൺ ബൈ PI മൈനസ് PO ഈസ് ഈക്വൽ ടു 2S/R. ഇത് സ്പെഷ്യലി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കേസാണ്. എക്സസ് പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ ഇൻ എ ലിക്വിഡ്. ഫ്രീ ആയി നിൽക്കുന്ന എയർ ബബിളിൻ്റെ കേസിലാണ് 4S/R. ലിക്വിഡിൽ ഉള്ള ഒരു എയർ ബബിൾ ആണെങ്കിൽ 2S/R എന്നുള്ളതായിരിക്കും എക്സ്പ്രഷൻ. നൗ ഒരു പ്ലെയിൻ ലിക്വിഡ് സർഫസിലാണെങ്കിൽ pressure inside and outside will be the same. We can say that PI is equal to PO. ഫിഗറിൽ കാണുന്നത് പോലെ. കോൺവെക്സ് ലിക്വിഡ് സർഫസ് ആണെങ്കിൽ പ്രഷർ ഇൻസൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഔട്ട്സൈഡ്. ഫിഗറിൽ കാണുന്നത് പോലെ കോൺവെക്സ് ലിക്വിഡ് സർഫസ് ആണെങ്കിൽ PI ഗ്രേറ്റർ ദാൻ PO. നെക്സ്റ്റ് കേസ് ഒരു കോൺകേവ് ലിക്വിഡ് സർഫസ് ആണ്. ഈ കേസിൽ PI ലെസ് ദാൻ PO ആയിരിക്കും. പ്രഷർ ഇൻസൈഡ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഔട്ട്സൈഡ്. നെക്സ്റ്റ് ഈസ് ക്യാപ്പിലാരിറ്റി. ക്യാപ്പിലാരിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ ലിക്വിഡ് ടു ഫ്ലോ ഇൻ എ നാരോ ട്യൂബ്സ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റായി നാരോ ട്യൂബ്സിലൂടെ മുകളിലേക്ക് ഒഴുകാനുള്ള ലിക്വിഡ്സിൻ്റെ ഒരു എബിലിറ്റിയാണ് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. Capillarity is due to surface tension. If the angle of contact of liquid is acute, the liquid will rise to a certain height. Then it is called capillary rise. Example, water in a narrow tube. ഒരു നാരോ ട്യൂബിൽ വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാട്ടർ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. ആ ബീക്കറിലുള്ള ലെവലിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ ക്യാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റീസൺ ഈസ് ദാറ്റ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ലിക്വിഡ് ഈസ് അക്യൂട്ട്. ആൻഡ് ഇഫ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ലിക്വിഡ് ഈസ് ഒബ്റ്റ്യൂസ്, ദ ലിക്വിഡ് ലെവൽ ഫോൾസ് ഇൻസൈഡ് ദ ട്യൂബ്. ദാറ്റ് ഈസ് കോൾഡ് ക്യാപ്പിലറി ഡിപ്രഷൻ. നാരോ ട്യൂബിൽ മെർക്കുറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്പിലറി ഡിപ്രഷൻ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ദ എക്സ്പ്രഷൻ ഫോർ ക്യാപ്പിലറി റൈസ്. ഒരു ബീക്കറിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊരു നാരോ ട്യൂബ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. H ഹൈറ്റിൽ വെള്ളം റൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ക്യാപ്പിലറി റൈസ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. AB എന്നിങ്ങനെ രണ്ട് പോയിൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. PO ആൻഡ് PA ബി ദ ടു പ്രഷേഴ്സ് ഹിയർ. B എന്ന ഫിഗറിൽ വി ക്യാൻ സീ ദ നാരോ ട്യൂബ്. ആ നാരോ ട്യൂബിലൂടെയുള്ള പിക്ചറൈസേഷനാണ്. അവിടെയുള്ള ആ കോൺകേവ് മെനിസ്കസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. രണ്ട് റേഡിയസ് നമുക്ക് കാണാൻ സാധിക്കും. നാരോ ട്യൂബിൻ്റെ റേഡിയസ് ഈസ് സ്മോൾ a. ആ മെനിസ്കസിൻ്റെ റേഡിയസ് ഈസ് സ്മോൾ r. ആൻഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് തീറ്റ. ഫ്രം ദിസ് ഫിഗർ വി ക്യാൻ സേ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A/R. ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രയാങ്കിളായിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ cos theta is equal to A/R. Therefore, R is equal to A by cos theta. The pressure difference of the two sides of the meniscus is, we know PI minus PO is equal to 2S/R. ഒരു ലിക്വിഡ് ഡ്രോപ്പിന് ഉള്ള എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. PI minus PO is equal to 2S/R. സെയിം കേസ് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. സോ PI minus PO is equal to 2S/A by cos theta. That is, PI minus PO is equal to 2S cos theta by A. But we know PI minus PO is equal to H rho g. Thus, H rho g is equal to 2S cos theta by A, and
capillary rise H is equal to 2s cos theta by A rho g. Capillary rise is larger for a smaller A. A സ്മോളർ ആണെങ്കിൽ, അതായത് നാരോ ട്യൂബിൻ്റെ റേഡിയസ് വളരെ കുറഞ്ഞാൽ കാപ്പിലറി റൈസ് കൂടുതലായിരിക്കും. ഹിയർ തീറ്റ is the angle of contact, S is the surface tension, A is the radius of the capillary tube, and rho is the density of the liquid. From this, we get the expression for surface tension as S is equal to H rho Ga by 2 cos theta. What are the applications of capillarity? We know several applications such as kerosene rises through the wick of a stove. ചെറിയ ക്ലാസ്സസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. The plowing of land at the end of monsoon is to reduce the loss of water from the surface by capillary rise. And the third one is cotton dresses are preferred in summer because they have fine pores which act as capillaries for sweat. സ്വെറ്റിനെ വലിച്ചെടുക്കാനായിട്ട് ഈ പോഴ്സ് സഹായിക്കുന്നു, കോട്ടൺ ഡ്രസ്സിലുള്ള കാപ്പിലറീസ്. ദ അബ്സോർപ്ഷൻ ഓഫ് ഇങ്ക് ബൈ ബ്ലോട്ടിംഗ് പേപ്പർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സപ്ലൈ ഓഫ് വാട്ടർ ടു ദ ലീവ്സ് ഇൻ എ പ്ലാന്റ്. ആൻഡ് നെക്സ്റ്റ്, ഡിറ്റർജൻസ് ആൻഡ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷനും ഡിറ്റർജൻസും തമ്മിലുള്ള റിലേഷൻ, ഡിറ്റർജൻസിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അഡീഷൻ ഓഫ് ഡിറ്റർജൻസ് റെഡ്യൂസ് ദ സർഫസ് ടെൻഷൻ. വാട്ടറിൽ ഡിറ്റർജൻസ് ആഡ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. വാഷിംഗ് വിത്ത് വാട്ടർ ഡസ് നോട്ട് റിമൂവ് ഗ്രീസ് സ്റ്റെയിൻസ് ബിക്കോസ് വാട്ടർ ഡസ് നോട്ട് വെറ്റ് ഗ്രീസി ഡെഡ്. ദ മോളിക്യൂൾസ് ഓഫ് ഡിറ്റർജൻസ് ആർ ഹെയർ പിൻ ഷേപ്ഡ്. ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ, with one end attracted to water and the other to molecules of grease, oil or wax, thus tending to form water-oil interfaces. ഇപ്പോൾ ഡിറ്റർജൻസിൻ്റെ ഹെയർ പിൻ ഷേപ്ഡ് മോളിക്യൂൾസാണ്. അതിൻ്റെ ഒരെൻഡ് വാട്ടറായും അതർ എൻഡ് ഗ്രീസോ ഓയിലോ വാക്സോ ഏതാണോ അവിടെ അഴുക്കായിട്ട് വരുന്നത് അതുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അങ്ങനെ വാട്ടർ ഓയിൽ ഇൻ്റർഫേസിന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ദെൻ ദ ഡേർട്ട് പാർട്ടിക്കിൾസ് ആർ സറൗണ്ടഡ് ബൈ ഡിറ്റർജൻറ്റ് മോളിക്യൂൾസ് ഈസ് റിമൂവ്ഡ് ഓൺ റിൻസിങ് ഇൻ വാട്ടർ. അങ്ങനെ വെള്ളത്തിൽ റിൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേർട്ട് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത് സർഫസ് ടെൻഷൻ എന്ന ആക്ഷൻ മൂലമാണ് സംഭവിക്കുന്നത്. ഓക്കെ.